വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നൊരു ചിക്കൻ ഫ്രൈ റെസിപ്പി ആയാലോ? പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടേ. ഞാനിതിൽ എണ്ണ ചേർത്തിട്ടല്ല ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത്. എണ്ണ ഒട്ടും ചേർക്കാതെയാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം എങ്ങനെയാണ് എണ്ണയൊന്നും ചേർക്കാതെ ഈ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ. നമ്മുടെ സാധാ മസാലക്കൂട്ട് തന്നെ, പക്ഷേ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ അഥവാ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പാത്രമാണ്. ഞാനിത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ ഇങ്ങനത്തെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളൊരു പാത്രം കാണാം. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് നേരെ ഇത് ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഈ എയർ ഫ്രയറിലാണ് നമ്മളിനി ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എയർ ഫ്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിത് ഓൺ ചെയ്തിട്ട് അതിൽ ചിക്കൻ്റെ ഒരു ഇമേജ് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇനി ഇത് ഫ്രൈ ആയിക്കോളും. ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റൊട്ടേറ്റ് ആവട്ടോ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തോളും. അപ്പോൾ 40 മിനിറ്റ് ആണ്. അപ്പോൾ 40 മിനിറ്റിനുള്ളിൽ ഇത് കൃത്യമായിട്ട് എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് പയ്യെ റൊട്ടേഷൻ കൊടുത്ത് എല്ലാ സൈഡും കൃത്യമായിട്ട് നല്ല ജ്യൂസി ആയിട്ടും അതേപോലെ നല്ല വെന്തിട്ട് കിട്ടും. അപ്പോൾ നമുക്കെന്നാൽ 40 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, റൊട്ടേഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് പിടുത്തമല്ല. കാണുന്നില്ലേ ഇങ്ങനെ പയ്യെ പയ്യെ റൊട്ടേറ്റ് ആവുന്നത്? 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓഫായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നമുക്ക് ചിക്കൻ പുറത്തേക്ക് എടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഫ്രയറിൻ്റെ ഉൾഭാഗം കൂടി കാണിച്ചു തരാമേ. ഇതാ കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ വീണിറക്കുന്നത്. ചിക്കനെ നമുക്കിനി ഇതിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ചിക്കനെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില വിതറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുള്ളതെന്ന്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ജ്യൂസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എണ്ണ ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ലയെന്നൊന്നും കരുതരുത്, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രയറിൽ വറുത്ത ചെയ്താലും നമുക്ക് ടേസ്റ്റിന് അങ്ങനത്തെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനിന്. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ കമൻസിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.